തിരുവനന്തപുരം വിഴിഞ്ഞത്ത് വൈകുന്നേരങ്ങളിൽ മാത്രം പ്രവർത്തിക്കുന്ന ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച 6 അംഗ കുടുംബത്തിലെ 2 പേർ മരണപ്പെട്ട വാർത്തകൾ ഏറെ ഞെട്ടലോടെയാണ് നാം കേട്ടിരിക്കുന്നത്. കൊല്ലം നിലമേൽ പ്ലാച്ചിക്കോട് സ്വദേശി 48-കാരനായ ഷാജി, ഭാര്യയുടെ അമ്മയായ റഷീദ ബീബി എന്നിവരാണ് മരണപ്പെട്ടിരിക്കുന്നത്. മരണത്തിന് കാരണം അലർജിയാണ് എന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട്. അതായത് ഭക്ഷ്യ വിഷബാധ എന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ലഭിച്ചാൽ മാത്രമേ സ്ഥിരീകരിക്കാനാകൂ എന്നാണ് വിഴിഞ്ഞം പോലീസും വിശദമാക്കുന്നത്. ഈ സംഭവത്തിന് പിന്നാലെ വിഴിഞ്ഞത്തെ അസ്മാക് ഹോട്ടൽ പോലീസ് അടച്ചുപൂട്ടിയെന്ന റിപ്പോർട്ടുകളും പുറത്തുവരികയാണ്. അതായത് സാധാരണ ഷവർമ അല്ലെങ്കിൽ ചിക്കൻ വിഭവങ്ങളാണ് ഏറെ അപകടമാകുന്നതെങ്കിൽ ഇവിടെ ഈ 6 അംഗ കുടുംബം കഴിച്ചിരിക്കുന്നത് മീൻമുട്ട, കൊഞ്ച്, കണവത്തോരൻ, അപ്പം, പെറോട്ട എന്നിവയാണ്. നമുക്കറിയാം, ഈ പറഞ്ഞിരിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ എല്ലാം, അതായത് മീൻമുട്ട എന്ന് പറഞ്ഞാൽ തന്നെ ഒമേഗ-3 ഫാറ്റി ആസിഡുകളും വൈറ്റമിൻ B12, ആരോഗ്യകരമായ കൊഴുപ്പുകൾ എന്നിവയെല്ലാം അടങ്ങിയ ഒരു പോഷക ഗുണങ്ങളാൽ സമ്പന്നവും രുചികരവുമായ ഒരു വിഭവമാണ്. അതുപോലെ മറ്റൊന്ന് കൊഞ്ചാണ്. കടൽ രുചികളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒന്നാണ് കൊഞ്ചെങ്കിൽ തന്നെ ഏറ്റവും അപകടവും ഈ ഐറ്റം തന്നെയാണ്. അതായത് ചിലർക്ക് ഈ കൊഞ്ച് അലർജി ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണം തന്നെയാണ്. കൊഞ്ചിൽ കാണപ്പെടുന്ന ഒരു പ്രത്യേക പ്രോട്ടീൻ്റെ സാന്നിധ്യത്തോട് ശരീരം അമിതമായി പ്രതികരിക്കുകയാണ് ചെയ്യുന്നത്. പ്രതിരോധത്തിൽ ഇത് ആൻറ്റിബോഡികൾ, ഹിസ്റ്റാമിനുകൾ എന്നിവ ഉൽപ്പാദിപ്പിക്കും. ചെമ്മീൻ അലർജി ലക്ഷണങ്ങൾക്ക് കാരണമാകുന്ന മറ്റ് രാസവസ്തുക്കളായിരിക്കും ഉൽപ്പാദിപ്പിക്കുന്നത്. അതിനാൽ തന്നെ ഈ അലർജി തിരിച്ചറിയപ്പെടാതെ പോയാൽ മരണം വരെ സംഭവിക്കാം. അങ്ങനെയെങ്കിൽ ഈ സംഭവത്തിൽ മരണത്തിന് കാരണം അലർജിയാണ് എന്ന് തന്നെയാണ് ഡോക്ടർമാരിൽ നിന്നും ലഭിക്കുന്ന പ്രാഥമിക സൂചന. വൈകുന്നേരം മാത്രം പ്രവർത്തിക്കുന്ന ഭക്ഷണശാലയായ അസാഗ് നിന്നാണ് ഇവർ ഭക്ഷണം കഴിച്ചിരിക്കുന്നത്. ഭക്ഷണം കഴിച്ചതിന് പിന്നാലെ നിലമേലിലേക്ക് വരുന്നതിനിടെ നെഞ്ചുവേദന ഇവർക്ക് അനുഭവപ്പെട്ടു. തുടർന്ന് ആശുപത്രിയിൽ എത്തി. ഭക്ഷ്യവിഷബാധയാണെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. മീൻമുട്ട, കൊഞ്ച്, കണവത്തോരൻ, അപ്പം, പെറോട്ട എന്നിവയാണ് കഴിച്ചെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. കഴിച്ച് നിലമേൽ വരെ എത്തിയതിന് പിന്നാലെ ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ടു. പിന്നാലെയാണ് ഇവരെ സമീപത്തെ ആശുപത്രിയിലേക്കും പിന്നീട് മെഡിക്കൽ കോളേജിലേക്കും പ്രവേശിപ്പിച്ചത്. എന്നാൽ എത്ര പേർ ഒരേ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്നും എന്ത് കഴിച്ചവർക്കാണ് ഭക്ഷ്യവിഷബാധ ഏറ്റതെന്നും ഇതുവരേക്കും അറിയുന്നില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെയാണ് ഷാജി മരണപ്പെടുന്നത്. നിലമേൽ ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെയാണ് റഷീദ ബീവി മരിക്കുന്നത്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സ്ഥലത്ത് പരിശോധന നടത്തുമെന്ന് അറിയിച്ചിരിക്കുകയാണ്. എന്തായാലും ഹോട്ടൽ താൽക്കാലികമായി അടപ്പിച്ച് സാമ്പിൾ ശേഖരിച്ചിരിക്കുന്നു. ഈ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചവർ ഭക്ഷ്യവിഷബാധ സംബന്ധമായ അസ്വസ്ഥതയുണ്ടായതായിട്ട് ആരിൽ നിന്നും പരാതി ഉണ്ടായിട്ടില്ല എന്നുമാണ്